ഹലോ ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ 2023 ഫെബ്രുവരി മാസം ഉടുപ്പിയിൽ എൻ്റെ ഒരു കസിൻ്റെ വീട്ടിൽ ഒരു കോലം എന്നവർ വിളിക്കുന്ന തെയ്യവും യക്ഷഗാനവും ഒക്കെ ചേർത്തുള്ള തെയ്യം എന്ന് പറഞ്ഞാൽ പൂർണ്ണ രീതിയിൽ തെയ്യമല്ല, അതിന് സമാനമായ രീതിയിലുള്ള ഒരു ആചാരം അവരുടെ വീട്ടിൽ വെച്ച് നടക്കേണ്ടത്, അതിൽ പങ്കെടുത്തു. അതിൻ്റെ ഏതാനും ദൃശ്യങ്ങളാണ് ഇവിടെ ഉള്ളത്. ആദ്യ ഭാഗത്ത് വരുന്ന ദൃശ്യങ്ങൾ പലതും അവരുടെ വീട്ടിൽ അന്ന് ഉണ്ടാക്കിയ ഭക്ഷണവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ്. പ്രധാനമായി അവിടെ ഉണ്ടാക്കുന്നത്, കൂടുതൽ സമയമെടുത്ത് തലേദിവസം ആദ്യം തന്നെ തുടങ്ങുന്നത് ബേളെ ഹോളിക എന്ന് പറയുന്ന നമ്മുടെ ഇവിടുത്തെ പോളിയാണ്, ബോളി. അത് പരിപ്പ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഒരു പ്രത്യേക രീതിയിൽ മാവ് കുഴച്ച്, മൈദാമാവും മഞ്ഞൾപ്പൊടിയും വെള്ളവും ചേർത്ത് കുഴച്ച്, പിന്നീട് അതിൽ എണ്ണ ചേർത്ത് ചെറിയ ബോളുകളായി ഉരുട്ടി, പിന്നെ അത് ചപ്പാത്തി പോലെ പരത്തി കല്ലിൽ വെച്ചിട്ട് വളരെ നേരമെടുത്ത് വളരെ ഭംഗിയായി അവർ ഹോളിക ഉണ്ടാക്കുന്ന കാഴ്ചയാണ് ആദ്യം കാണുന്നത്. ഈ സ്ഥലം ഉടുപ്പിക്കടുത്ത് ഹെബ്രി എന്ന് പറയുന്ന ഒരു ഗ്രാമമാണ്. ഗ്രാമം ഒരു ചെറിയ പട്ടണം പോലെ, അവർക്കൊരു ജംഗ്ഷനുണ്ട്, അവിടെ ധാരാളം കടകളും മറ്റുമുണ്ട്. അപ്പം ഞാൻ മാർച്ച് മാസം ആയതുകൊണ്ട് തന്നെ അവിടെ നല്ല മഞ്ഞാണ്, രാവിലെ നല്ല മഞ്ഞുണ്ടായിരുന്നു. ഞാൻ എഴുന്നേറ്റു, അവരുടെ വീടിന് പരിസരത്തൊക്കെ നടന്നു. അത്യാവശ്യം കാട് പോലുള്ള ഒരു കാടെന്ന് പറഞ്ഞാൽ കശുവണ്ടിത്തോട്ടവും മറ്റും ഒക്കെയാണ്. അവരുടെ ചെറിയ ഉപദേവതകൾ, അവർ പൂജിക്കുന്ന ദേവതകളൊക്കെയാണ്. ശേഷം അവരുടെ വീടിനകത്ത് അവരുടെ ഒരു കുലദൈവത്തെ അവർ ഇതിനാക്കി ഈ ആചാരത്തിനായി തയ്യാറാക്കിയിട്ടുണ്ട്. അത് ഹെബ്രിയിൽ നിന്ന് ഉടുപ്പിയിലേക്ക് പോകുന്ന വഴി ഒരു പ്രധാന ക്ഷേത്രമാണ് ഹിരിയടുക്ക ക്ഷേത്രം. ആ ക്ഷേത്രത്തിലെ പ്രധാന മൂർത്തിയാണ് ഇവരുടെ കുലദൈവമായിട്ട് ഇവർ കണ്ടുപോരുന്നത്. അപ്പോൾ അവിടുത്തെ ദൈവത്തെ വെച്ചിട്ടുണ്ട്. ഞാൻ രാവിലെ എഴുന്നേറ്റ ശേഷം എൻ്റെ കസിനോടൊപ്പം വീട് അലങ്കരിക്കാൻ പൂവൊക്കെ വേണമായിരുന്നു. അപ്പോൾ ഇതിനായിട്ട് ഹെബ്രിയിൽ ഒരു മാർക്കറ്റിൽ പോയി അത്യാവശ്യം നല്ല വില കൊടുത്ത് നമ്മൾ പൂ വാങ്ങിക്കുകയാണ് ചെയ്തത്. കുറേ പൂ നമുക്കന്ന് ബാംഗ്ലൂരിൽ നിന്ന് നേരത്തെ പറഞ്ഞ് ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ രാവിലെ വന്ന ബസ്സുകാർ കുറച്ചധികം പൂ കൊണ്ടു തന്നു. ഏകദേശം ഉച്ചയ്ക്ക് 1000 പേർക്ക് മുകളിൽ ഭക്ഷണം അവർ വീട്ടിലെ നാട്ടുകാർക്കും ബന്ധുക്കൾക്കും എല്ലാം കൊടുത്തു. അത് കഴിഞ്ഞൊരു വൈകുന്നേരം ഒരു 7:30 കൂടിയാണ് കോലത്തിൻ്റെ അനുഷ്ഠാനങ്ങളെല്ലാം തുടങ്ങിയത്. അപ്പോൾ ആദ്യം യക്ഷഗാന മാതൃകയിൽ ഒരു നമ്മുടെ ഓട്ടംതുള്ളൽ പോലെയൊക്കെയാണ് ആദ്യം. പിന്നീട് ഇതിൻ്റെ മറ്റ് ചടങ്ങുകൾ, അത് ഞാൻ വിശദീകരിക്കുന്നില്ല, കണ്ടു തന്നെ പോകാം.